അമ്മേ നാരായണ, ഇപ്പോൾ എന്തായാലും പവിഴമല്ലിത്തറ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അമ്മയുടെ മൂലസ്ഥാനമാണ്. ആദിമൂല പരാശക്തി ആദ്യമായിട്ട് ഈ മണ്ണിൽ എത്തിയത് ഇവിടെയാണെന്നാണ് പറയുന്നത്. ഇവിടെ ഇപ്പോൾ നമുക്ക് കൊച്ചു മാളികപ്പുറം നമ്മളോടൊപ്പം ഉണ്ട്. അപ്പോൾ ഇന്നത്തെ മകൻ തൊഴിൽ വളരെ കെങ്കേമമാണ് അല്ലേ മാളികപ്പുറം? എങ്ങനെയുണ്ടായിരുന്നു? അമ്മയെ കണ്ടോ? അമ്മനെ കണ്ടു, തൊഴാൻ പറ്റി, ഒത്തിരി സന്തോഷമുണ്ട്. അമ്മ ഇന്ന് എങ്ങനെയുണ്ട്? നല്ല സുന്ദരിയായിട്ടുണ്ടോ? ഇന്ന് സുന്ദരിയായിട്ടാണ്. അതും ഇന്ന് അമ്മേനെ തൊഴാൻ കഴിഞ്ഞത് ഒത്തിരി ഭാഗ്യമായിട്ടാണ് മോള് കരുതുന്നത്. ഇവിടെ ഇപ്പം ഇന്ന് വളരെ അത്ഭുതമായിട്ടുള്ളൊരു തിരക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഇപ്പം എങ്ങനെ മാളികപ്പുറം ഇവിടെ വന്നു? ഞാൻ ആദ്യം ഉച്ചയ്ക്ക് വന്നതാണ്. പക്ഷേ തിരക്ക് കാരണം, അതുപോലെ തന്നെ തൃശ്ശൂർ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം അമ്മേനെ തൊഴാൻ പറ്റിയില്ല. അപ്പോൾ തൃശ്ശൂർ പോയിട്ട് ഞാനും എൻ്റെ അച്ഛനും വേഗം ഇങ്ങോട്ട് വന്നതാണ്. വീടൊക്കെ കഴിഞ്ഞ് വീണ്ടും ആലുവ തിരിച്ചു വന്നു. ഇവിടെ വന്ന് അമ്മയെ കണ്ടിട്ട് പോകണമെന്ന് മോളുടെ ഒരു ആഗ്രഹം കണ്ട് പ്രാർത്ഥിച്ചിട്ട് പിന്നെ അഭിലാഷ് ചേട്ടൻ ഇവിടെ തന്നെയാണ്. അപ്പോൾ അഭിലാഷ് ചേട്ടനെ ഒന്ന് കാണാനും, അഭിലാഷ് ചേട്ടൻ്റെ അച്ഛൻ്റെ കട ഇവിടെ അടുത്താണ്. അഭിലാഷ് ഉണ്ടോ ഇന്ന്? അഭിലാഷ് ചേട്ടൻ ഇവിടെ ഉണ്ട്. പക്ഷെ തിരക്ക് കാരണം കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമുക്ക് അഭിലാഷിനെ കാണാം. എന്തായാലും ഏറ്റവും വലിയ സന്തോഷമുണ്ട്. കാരണം ഇന്ന് ഇപ്പൊ ഈ സമയത്താണ് വിളിക്കണത്. അഭിലാഷ് പിള്ള ലാസ്റ്റ് ടൈം വിളിച്ചു പറഞ്ഞത്. അഭിലാഷ് പിള്ള അമ്മയ്ക്ക് പെട്ടെന്നൊരു ആക്സിഡന്റ് ആയി. അപ്പൊ അതിന്റെ വിഷമത്തിലെ പുള്ളി. പക്ഷെ എങ്ങനെയോ ഒരുപാട് ആർട്ടിസ്റ്റുകൾ വന്ന് തൊഴുതു പോയി. കല്ലുമോൾക്ക് ഇങ്ങനെ ഒരു ദർശനം കിട്ടുമെന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല. അടിപൊളിയായിരുന്നു അല്ലേ? ഒട്ടനവധി ഭക്തർ നിൽക്കല്ലേ, നമുക്ക് എന്ത് ചെയ്യും. പക്ഷെ മോളെ കണ്ടിട്ട് എല്ലാവരും മോള് പൊക്കോ. ഭക്തരുടെ മുമ്പിൽ ദേവി വന്നതുപോലാണ്. തീർച്ചയായിട്ടും. അതുപോലെ അഭിലാഷ് പിള്ളയുടെ ഒരു വലിയ പ്രൊജക്ട് ചോറ്റാനിക്കരമ്മ, അത് ഞങ്ങള് സസ്പെൻസ് പറയട്ടെ? വേണ്ടല്ലോ. ഒരു ഉഗ്ര സിനിമ മലയാള പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും വേണം. എന്നാലേ അത് തുടങ്ങാൻ പറ്റുള്ളൂ. എന്തായാലും അതിന്റെ വിശേഷം പുറകെ വരുന്നതായിരിക്കും. എല്ലാവർക്കും അനുഗ്രഹം, മോളുടെ ജീവിതത്തിലും ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ് കേട്ടോ. ഓക്കെ. മലയാളത്തിലെ ഒട്ടുമിക്ക ചലച്ചിത്രങ്ങളിലും സീരിയലുകളിലും കോമഡി പരമ്പരകളിലും ഒക്കെ വലിയൊരു താരമാണ്. ഇവിടുത്തെ ഒരു മെമ്പർ സ്റ്റാഫാണ്. ഈ വർഷങ്ങളായിട്ട് ഇവിടെ മകൻ തൊഴിൽ നേരിട്ട് കണ്ടുള്ള ആളെന്നുള്ള നിലയിൽ ഇത്തവണത്തെ ഇത്രയും വലിയൊരു അത്ഭുതകരമായ ഒരു തിരക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? ഇതിന്റെ ഒരു വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഓരോ വർഷവും ഭക്തരിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇതുപോലെ ഉള്ള എല്ലാവരും സെലിബ്രിറ്റികളടക്കം ഇങ്ങനെ വന്ന് ഇത് കണ്ടില്ലേ, ഇപ്പൊ തന്നെ മാളികപ്പുറം വന്നു, ഒരുപാട് താരങ്ങൾ വന്നു. അതുപോലെ എല്ലാവരെയും ഉൾക്കൊള്ളാം. പക്ഷേ കൊച്ചിൻ ദേവസ്വം ബോർഡും ക്ഷേത്ര ഉപദേശക സമിതിയും അക്കാര്യത്തിൽ വളരെ ശ്രദ്ധാലുക്കളാണ്. എല്ലാവർക്കും വരുന്ന എല്ലാവർക്കും ദർശനം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ തവണ 10:30 വരെ ടൈം കൂട്ടിക്കൊണ്ട് പോയേക്കുന്നത്. ഏതായാലും എല്ലാവരും ഹാപ്പിയാണ്. തീർച്ചയായിട്ടും. ഇവിടെ ഞങ്ങൾക്ക് ഏതായാലും ദേവസ്വം ബോർഡ് മെമ്പർ എന്നുള്ള നിലയിൽ, ഒരു ദേവസ്വം ബോർഡിന് ഒരു എത്താമെന്നുള്ള നിലയിൽ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൻ്റെ മൂലയ്ക്ക് ഞങ്ങളുടെ കൊണ്ടൊരു ചെറിയ സജഷൻ പറയാണ്. നമ്മൾക്കിവിടെ ഇന്ന് ഒരുപാട് പേർ മണിക്കൂറുകളോളം കാത്തു നിന്നിട്ടാണ് അമ്മയെ കാണാൻ ദർശനം. ഇവിടെ ഈ ചുറ്റമ്പലത്തിന് ചുറ്റുമുള്ള ഹാളുകൾ, ഈ ഒരു ഹാളിൽ ഫാനിൻ്റെ അപര്യാപ്തത ഉണ്ട്. അപ്പോൾ അതൊന്ന് പരിഹരിക്കാൻ എന്തെങ്കിലും ഒരു മാർഗ്ഗം കാണണം. തീർച്ചയായിട്ടും നിങ്ങൾ പറയുന്ന ഓരോ പരാതികളും നമ്മൾ നമ്മുടെ മേലധികാരികളുടെ മുമ്പിലേക്ക് കൊടുക്കും. പക്ഷെ പരമാവധി എല്ലാവർക്കും, നിങ്ങൾ ആ പൂരപ്പറമ്പിലൊക്കെ പോയി നോക്കണം, എല്ലായിടത്തും ഫാനും കാര്യങ്ങളും എല്ലാം ഇട്ടിട്ടുണ്ട്. കുടിവെള്ളം, ഫുഡുകൾ, കാര്യങ്ങളെല്ലാം ഉണ്ട്. അല്ല, നിങ്ങൾ പറഞ്ഞ തിരക്ക് കൂടി വരും. കാരണം ചോറ്റാനിക്കരമ്മല്ലേ, അപൂർവ ശക്തിയാണ്, വിളിച്ചാൽ വിളിപ്പുറമാണ്. അപ്പോൾ അത് തിരക്ക് കൂടി വരും. ഏതായാലും നിങ്ങൾ പറഞ്ഞ ആ ഒരു അപര്യാപ്തത മേലധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തും. അത് വളരെ ഭംഗിയായിട്ട് അടുത്ത വർഷം നമ്മളത്. അതിപ്പോൾ നമ്മളിപ്പോൾ ദേവസ്വം ബോർഡ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ച് നോക്കി നിൽക്കേണ്ട. ഇതിപ്പോൾ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന മലനാട് ടി വി കാണുന്ന ഏതെങ്കിലും ഒരു പ്രവാസി മലയാളിക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യവസായിക്ക് ഇവിടെ അമ്മയ്ക്ക് വേണ്ടി സമർപ്പിക്കാനാണ്. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്താണ് ഒരു മിക്ക കാര്യങ്ങളെല്ലാം. ഇപ്പം അമ്മയുടെ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ പന്തൽ തന്നെ വേണമെങ്കിൽ നിർമ്മിക്കാം അല്ലേ? തീർച്ചയായിട്ടും. അത് മലനാട് അത് ശ്രദ്ധയിൽപ്പെടുത്തിയതിൽ വളരെ സന്തോഷം. തീർച്ചയായിട്ടും സന്തോഷം.